സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാരഥന്മാരായ പണ്ഡിതന്മാർ രൂപീകരിച്ചത് എന്തിനാണ്? അതിൻ്റെ ചില ഗുണവശങ്ങളാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ അതിൻ്റെ ഇന്നത്തെ ഏറ്റവും ടോപ്പിലുള്ള വക്താവാണ്. ആ സുൽത്താനുൽ ഉലമ അവറുകൾ മനുഷ്യർക്കൊപ്പം മനുഷ്യ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. അതേപോലെ അതിനാവശ്യമുള്ള ആശയങ്ങൾ പറഞ്ഞു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ മഹാപണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. ഖുതുബുസ്സമാന സയ്യിദ് അലവിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഉമർ ഖാദി പിലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി അതിനു മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം എത്രയോ ഇമാമിങ്ങൾ ജീവിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. അവരാരും ഇവിടെ ഒരു വർഗീയതയുടെ ഒരു ചെറിയ ആശയം പോലും സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. എല്ലാവരും സൗഹൃദത്തിൽ ജീവിക്കാനുള്ള ആശയങ്ങളാണ് പറഞ്ഞതെന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അജീബത്തുൽ അജീബ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അന്നത്തെ കാലത്തുള്ള ഇമാമിങ്ങളുടെ ഫത്വകൾ തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അവർ പഠിപ്പിച്ച അതേ ആശയം ഈ ബഹുസ്വര രാജ്യത്ത് മറ്റുള്ള ജനങ്ങളോട് കൂടി സഹകരിച്ചുകൊണ്ടും അവർക്കടക്കം നന്മ ചെയ്തുകൊണ്ടും നമ്മുടെ ആദർശത്തിൽ ഒരല്പവും വെള്ളം ചേർന്നു പോകാതെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണ്. അത് അവിടുത്തെ സഹാബികൾ പ്രചരിപ്പിച്ച ആശയമാണ്. അതനുസരിച്ച് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും പഠിപ്പിച്ച ആശയമാണ്. അതനുസരിച്ച് ഇമാം അശ്അരിയും ഇമാം മാതുരീദി റഹ്മത്തുള്ളാഹി അലൈഹിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ആശയമാണ്. ശേഷം വന്ന വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇമാമുൽ ഹറമൈനി, ഇമാം ഗസാലി, ഇമാം റാഫിഈ, ഇമാം നവവി, അങ്ങനെ തുടങ്ങി നമുക്ക് അളക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതന്മാർ, അവരെല്ലാവരും പഠിപ്പിച്ച ആശയമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. അതനുസരിച്ചാണ് കേരള ജനങ്ങൾ ഇവിടെ ജീവിച്ചു വന്നത്. ആ കേരളത്തിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചിലർ പുതിയ ചില ആശയങ്ങൾ കൊണ്ടുവന്നു. അത് നേരത്തെ കഴിഞ്ഞുപോയ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത ആശയം, സഹാബികൾക്ക് പരിചയമില്ലാത്ത ആശയം. ഇത് കാസർഗോഡാണ്. തളങ്കര പള്ളി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാ മസ്ജിദ് മാലിക് ഇബ്നു ദീനാർ എന്നതിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പള്ളിയിൽ അന്ന് മുതൽ ഇന്ന് വരെ ഖുത്ബ ഓതുന്നത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണോ? ഇന്നേ വരെ ആ പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് സ്ത്രീകൾ കൊണ്ടുവന്നിട്ടില്ല. ആ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം ദുആ ഉണ്ട്. ആ പള്ളിയിൽ ഇന്നേ വരെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ആ കാസർഗോഡ് പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ മരിച്ചാൽ ഖുർആൻ ഓതുന്നുണ്ട്. മരിച്ച മയ്യത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതും അയിമ്മത്ത് നടപ്പാക്കിയതുമായ ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് അവരുടെ സന്തോഷ ദിനങ്ങളിൽ പോലും, ഉദാഹരണത്തിന് പരിശുദ്ധ റമദാൻ ഏറ്റവും വലിയ സന്തോഷം കൈയാളുന്ന മാസമാണ്. ആ റമദാനിന്റെ രാത്രിയിൽ പള്ളിയിൽ ഒരു തർക്കം, തറാവീഹ് എത്ര റകഅത്താണ്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ 1300ഓളം കൊല്ലം ജീവിച്ച ജനങ്ങൾ തറാവീഹ് നിസ്കരിച്ചില്ലേ? 4 മദ്ഹബിലും തറാവീഹ് വിവരിക്കപ്പെട്ടിട്ടില്ലേ? അതെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ട് ഒരു പുതിയ ചർച്ച, തറാവീഹിന്റെ എണ്ണം എത്രയാണ്? ഇവിടെ 8-ലധികം നിസ്കരിക്കാൻ അനുവദിക്കില്ല എന്നൊരു ടീം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഭിന്നതയുടെ ആഴം. നമ്മൾ ചിലപ്പോ ആ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ആശയം,
സമസ്ത കേരള ജമിയത്തുലമയുടെ ഉലമാക്കൾ പറഞ്ഞപ്പോ, ഉദാഹരണത്തിന് സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ അഹമ്മദ് കോയ ശാരിയാത്തി നവറുല്ലാഹു മർഖദഹു, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു, താഴക്കോട് കുഞ്ഞലി മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു, അങ്ങനെ പാനായിക്കുളം നവറുല്ലാഹു മർഖദഹു തുടങ്ങി KK സദഖത്തുള്ള മുസ്ലിയാർ അടക്കം വലിയ വലിയ ആലിമീങ്ങൾ അത്തരത്തിൽ ഈ ഭിന്നിപ്പുട്ടാക്കുന്ന കക്ഷികൾ അവർ പിഴച്ചവരാണെന്ന് പ്രഖ്യാപിച്ച് അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് മുസ്ലിം ഉമ്മത്തിന് 1953 കാലത്ത് പെരിന്തൽമണ്ണയിൽ വെച്ച് ഫത്വ കൊടുത്ത് പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ വിഷയം അവരുമായി കൂടിപ്പെരുമാറാതിരിക്കുക എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം? അവരുമായി കൂടിപ്പെരുമാറുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? അത് ആരോടും വിശദീകരിക്കേണ്ടതില്ല. ഒരല്പവർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ബാധിച്ചവർ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവരായാൽ പോലും നിങ്ങൾ കൂടിപ്പെരുമാറരുത്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് ഇവിടെ ഡോക്ടർമാര് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടായിരുന്നു? കാരണം അത് പകരും എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻവാദത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? കലബി, അത് പേപ്പട്ടി വിഷം പോലെയാണ് എന്നവർ. പേപ്പട്ടി വിഷം പോലെയാണ്, വളരെ അകന്നു നിൽക്കണം എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അയിമ്മത്തും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ പറഞ്ഞു, അതെ, ഇത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾക്ക് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോ ചില വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് സുബിഹിലാണോ ഖുനൂത്ത് ഓതേണ്ടത്, ഫിത്റിലാണോ? ഇങ്ങനെ ചില വീക്ഷണ വ്യത്യാസങ്ങൾ സലഫിലുള്ള ഇമാമിങ്ങൾക്കിടയിലുണ്ടാകും. എന്നാൽ ഒരു ഇമാമിനും തർക്കമില്ലാത്ത, 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും ഒരു സഹാബിക്കും തർക്കമില്ലാത്ത കാര്യം, അലാ ദമ്മിൽ മുബ്തദിഅതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം, വമുഹാജറതിഹിം, അവരുമായി മാറി നിൽക്കണം, വഖത്ഇ സുഹ്ബതി മഅഹും, അവരുമായി ബന്ധം വിച്ഛേദിക്കണം. അതിൽ സലഫുസ് സാലിഹീങ്ങളായ ഇമാമിങ്ങൾക്കും സഹാബികൾക്കും ഒരു തർക്കവും ഇല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇനി 1000 പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞതുണ്ട് എന്ന് എല്ലാ ആലിമീങ്ങൾക്കും അറിയാമല്ലോ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അതിന് താജുൽ ഉലമ പറഞ്ഞു, മക്കളെ, ആരോഗ്യം പകരൂല, രോഗം പകരും. ആരോഗ്യം ഒരാൾക്ക് പകരൂല, അത് അവരവർക്ക് തന്നെ ഉണ്ടാകേണ്ട സംഗതിയാണ്. രോഗം അങ്ങനെയല്ല, രോഗം പകരൂ. ഇതൊരു വലിയ പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയുമായുള്ള ബന്ധം ഉണ്ടായാൽ ആ രോഗം പകരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർവ്വ ഇമാമിയങ്ങളും തർക്കമില്ലാതെ അത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവിർഭാവ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ആലിമീങ്ങൾ ഒന്നിലധികം ദിവസം ഇരുന്ന് പുസ്തകങ്ങൾ പരിശോധിച്ച് പുത്തൻവാദികളുടെ ആശയം ബിദ്അത്താണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുമായി കൂടിപ്പെരുമാറരുത് എന്ന് ഫത്വ കൊടുക്കുകയും അത് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും പഠിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ഈ രോഗം പകരരുത് എന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട്? ഈ രോഗം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ പുത്തൻവാദം വന്നപ്പോ ആദ്യകാലത്ത് പറഞ്ഞൊരു അഭിപ്രായമാണ് തറാവീഹ് 8 മതി, അതിലപ്പുറം പാടില്ല എന്ന്. പിന്നെ അവരതിൽ നിന്ന് ഒരുപാട് ഉരുണ്ടിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. തറാവി നിസ്കാരം തന്നെ ഒന്ന് പ്രത്യേകം ഇല്ലെന്നാണ് പിന്നീട് വാദിച്ചത്. അത് റാഫിളത്തിന്റെ വാദമാണെന്ന് ഇമാം സർഖസി കിതാബുൽ മബ്സൂത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ വാദങ്ങളൊക്കെ ഉന്നയിച്ച കക്ഷികൾ ഇപ്പോൾ 20 ആയാലും കുഴപ്പമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. കാരണം അതിനൊരു ലെവലില്ല, പുത്തൻവാദത്തിന് ലെവലുണ്ടാവില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുടെ കല്യാണത്തിന് പോകുന്നില്ല,
അന്വേഷിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ എന്തേ ആ കല്യാണത്തിന് പോകാതിരുന്നു? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്നോട് ഒരു വലിയ അക്രമം ചെയ്തു. എന്താണ് ചെയ്ത അക്രമം? അപ്പൊ ചൂണ്ടിക്കാണിച്ചു തന്നു, ഒരു 10-20 വരുന്ന തെങ്ങിൻ തൈകൾ. അതിൽ നിന്ന് 3-4 തെങ്ങിൻ തൈകൾ അദ്ദേഹത്തിന്റെ പശുക്കളെ മേച്ച് അദ്ദേഹം അതിന്റെ ഇലകൾ തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു വെറുപ്പ് കൊണ്ടാണ്, രോഷം കൊണ്ടാണ് അദ്ദേഹം മറ്റേയാളുടെ കല്യാണത്തിന് പോകാത്തത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തെങ്ങിൻ തൈയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിൽ 4 മദ്ഹബിലും സ്ഥിരപ്പെട്ട 20 റക്അത്ത് തറാവീഹ്. ആ 20 റക്അത്ത് തറാവീഹിൽ 12 എണ്ണം വെട്ടി അങ്ങ് നശിപ്പിച്ചു. നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല. അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ? ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് 1 ഇഞ്ച് മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു, കൻസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അൽഹംദുലില്ലാ ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ ഉലമ, അള്ളാഹുവേ നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ ഹിമ്മത്തോടെ കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ ആലിമീങ്ങൾ നമ്മെ പിടിച്ചു നിർത്തി. എന്തിനാണ് പിടിച്ചു നിർത്തിയത്? ഈ രോഗം ഉമ്മത്തിലേക്ക് പകരരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യത്തിൽ പുത്തൻവാദികൾ വന്നപ്പോൾ അവരിങ്ങനെ നിസ്കാരത്തിന്റെ റക്അത്ത് കട്ട് ചെയ്തതും, അതുപോലെ താഴെ കെട്ടുന്ന കൈയെടുത്ത് മേലെ കെട്ടിയതും, അതുപോലെ തവസ്സുൽ ഇസ്തിഗാഥ തുടങ്ങിയ പുണ്യകർമ്മങ്ങളെ തെറ്റായി ചിത്രീകരിച്ചതും, അതുപോലെ ബറക്കത്തെടുക്കരുത്, ജാറത്തിൽ പോകരുത് തുടങ്ങിയ കുറെ തെറ്റായ ആശയങ്ങൾ പറഞ്ഞതും ഒക്കെ കേട്ടവരാണ് സമൂഹം. എന്നാൽ കുറച്ചിങ്ങോട്ടെത്തിയപ്പോൾ പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് 2010 ജൂലൈയിലെ അവരുടെ മുഖപത്രത്തിൽ പുത്തൻവാദികൾ എഴുതി വെച്ചില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റി എന്ന വാദം ആദ്യം ഉന്നയിച്ചത് ആരായിരുന്നു? ഖവാരിജികളുടെ നേതാവായി പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട്, എഴുതിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി കാണിക്കണം, ഫമാ അദൽത ഫിൽ ഖിസ്മ, നീ നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അതേ പിന്തലമുറക്കാരാണെന്ന് നബി തങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് വ്യക്തമായി എഴുതി പ്രസിദ്ധീകരിച്ച് ഇവിടെ പുത്തൻവാദികൾ അവരുടെ പുത്തൻവാദം കൂടുതൽ കൂടുതൽ വലാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയല്ലേ? അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമടക്കം അമ്പിയാക്കളുടെ ശരീരം ജീർണിച്ച് നശിക്കുകയില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പഠിപ്പിക്കുമ്പോൾ എന്തിനധികം പറയണം, പുത്തൻവാദികൾ ബഹുമാനിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ പല അബദ്ധങ്ങളും സംഭവിച്ച ഇബ്നു തൈമിയയും ഇബ്നുൽ ഖയ്യിമും അടക്കമുള്ള പണ്ഡിതന്മാര് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അമ്പിയാക്കളുടെയും ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ചു പോവുകയില്ല എന്ന് രേഖപ്പെടുത്തുന്നു. ആ വിഷയത്തിൽ അവരെ അനുധാവനം ചെയ്യാൻ പോലും നമ്മുടെ കേരളത്തിലെ പുത്തൻവാദികൾ തയ്യാറായില്ലല്ലോ. അവര് പരസ്യമായി എഴുതിയില്ലേ, പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ അവ പിന്നെ ജീർണിക്കാതിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല എന്നല്ലേ പുത്തൻവാദികൾ രേഖപ്പെടുത്തിയത്. എപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ പൊതുകാര്യം എടുത്തു മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി വരുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിലല്ലേ 1987 ജനുവരിയിൽ ഇതെഴുതി വെച്ചത്. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സമുദായത്തിന് എന്ത് ലാഭമാണ് കിട്ടാൻ പോകുന്നത്? എന്ത് നന്മയാണ് ലഭിക്കാൻ പോകുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉന്നതമായ സ്ഥാനത്തെ സമൂഹത്തിന്റെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുക, അതും അവിടുത്തെ വഫാത്തിന് ശേഷവും തുടരുന്നു എന്നതല്ലേ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ രൂപത്തിലുള്ള ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത, ഒരു നിലക്കും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആശയങ്ങൾ പഠിപ്പിച്ച് ഈമാനുള്ള ജനങ്ങളുടെ ഈമാൻ കവർന്നു കളയുന്ന പ്രവർത്തനങ്ങളിൽ ഇന്നും ആ പുത്തൻവാദികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും കൂടുതൽ കൂടുതൽ വലാലത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മൾ ശരിക്കും അനുഭവിച്ചു കാണുകയല്ലേ. അത്തരത്തിലുള്ള ഒരു പിഴവിലേക്ക് ഒരു ഈമാനുള്ള മനുഷ്യൻ പെട്ടുപോകാൻ കാരണമാകുമെങ്കിൽ കൊറോണ എന്ന രോഗം പിടിപെടുന്നതിനേക്കാൾ എത്ര ഗൗരവത്തിൽ കാണണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭവിഷ്യത്ത്. അതുകൊണ്ടാണ് മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാല പണ്ഡിതന്മാര് മുതൽ ഇന്ന് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതാവർത്തിച്ചാവർത്തിച്ച് പറയുന്നു, അവരുമായി കൂടി പെരുമാറാതിരിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതിനർത്ഥം അവരെ ചീത്ത പറയണം എന്നല്ല, അവരെ തെറി പറയണം എന്നല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ആരെങ്കിലും ചീത്ത പറയാനല്ല, തെറി പറയാനല്ല, മറിച്ച് ഖുലൂ ലിന്നാസി ഹുസ്നാ, സർവ്വജനങ്ങളോടും നല്ലത് പറയണം. ആ ആശയത്തിൽ സാധാരണക്കാര് പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ആദർശം പരിപൂർണമായി പഠിപ്പിച്ച് സമൂഹത്തെ ഈമാനിൽ തന്നെ നിലനിർത്തൽ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിനർത്ഥം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെറ്റായ ആശയങ്ങൾ പറയുന്നവരും മനുഷ്യരാണല്ലോ, അവർക്കൊപ്പം നമ്മളും കൂടിക്കൊടുക്കുക എന്നല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, തെറ്റിദ്ധരിക്കുകയും ഇല്ല. മനുഷ്യർക്കൊപ്പം എന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ വിശദീകരിച്ചു. കക്ഷിഭേദമന്യേ സർവ്വജനങ്ങൾക്കും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ളത് അവരുടെ ഈമാൻ സംരക്ഷിക്കുക എന്നതാണ്. അവർ മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളാണ്. അവർക്ക് കുറച്ചു ദിവസം കഴിയുമ്പോ ബാപ്പ മുശ്രിക്കാണ്, ഉമ്മ മുശ്രിക്കാണ്, ഉമ്മന്റെ പേരിൽ യാസീൻ ഓതിയാ ഞാൻ നരകത്ത് കിടക്കും, അവരവിടെ കിടക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്കല്ല. മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഈമാന് ഇസ്ലാം അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരാണ്. അതിനാവശ്യമായ ആശയപ്രചരണമാണ് നമ്മുടെ സംഘടന എപ്പോഴും ഇന്നേവരെയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനം ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളും ധാരാളം സാധു സംരക്ഷണ പരിപാടികളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമ്മുടെ ആദർശ പ്രചരണ രംഗത്ത് ഒരിഞ്ചും നമ്മൾ ആരും പിന്നോട്ട് പോയിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ പോവുകയും ഇല്ല. അത് ഹക്കായി ഇവിടെ നിലനിർത്തുന്ന ഒരു സമൂഹം. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, അതിവിടെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ അതുണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ നിരന്തരം അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടല്ലേ ജുമയുടെ ഖുത്ബയിൽ 2 പ്രാവശ്യം പറയണം, ഇത്തഖുല്ലാഹ് യൂസീകും ബിത്തഖ്വല്ലാഹ്. അതായത് ഒരിക്കൽ പറഞ്ഞില്ലേ എന്ന് നിർത്താൻ പറ്റില്ല, അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുറച്ചവരാണ് നമ്മൾ, അത് ഇടയ്ക്കിടെ ചൊല്ലണം. ജദ്ദിദു ഈമാനക്കും വനഫിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഇസ്ലാമിന്റെ ആശയങ്ങൾ അത് നിരന്തരം പറയണം. അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ നിലനിർത്തണം. അതിനാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പൂർണ്ണമായും ഇവിടെ നിലനിർത്തിക്കൊണ്ട് സുന്നി മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മത ദേശ ഭാഷ വ്യത്യാസമന്യേ സർവ്വജനങ്ങൾക്കും ആവശ്യമുള്ളത് പറയുന്നവരും ആവശ്യമുള്ളത് ചെയ്യുന്നവരും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന യഥാർത്ഥ മനുഷ്യരുമാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം.